90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അമ്മ ഇപ്പോൾ വരും. കംപ്ലീറ്റ് നിരീക്ഷണമുണ്ട്. ഒരു സ്പൂൺ അങ്ങാനും സ്ഥാനം മാറി കിടന്നാ പിന്നെ അത് മതി. അപ്പൊ എല്ലാം അടുക്കിച്ചിട്ടായി ഇവിടെ വയ്ക്കണം കേട്ടാ. അങ്ങനെ പറ. അമ്മ വരുന്നോണ്ടാണ് ഇത്ര ഉത്സാഹം ശുഷ്കാന്തിയൊക്കെ അല്ലേ? അച്ഛാ, അമ്മ 2 ദിവസമല്ലേ പടവലത്ത് പോയിട്ട്? പക്ഷെ നമുക്ക് 2 മാസമായതുപോലെ തോന്നുന്നു. എനിക്ക് 2 വർഷം പോലെ തോന്നുന്നത്. അച്ഛാ, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റ് അച്ഛൻ വീണ്ടും മൂടിയും ചേട്ടൻ എണീപ്പിക്കാൻ നോക്കും. അതെ, ഇപ്പൊ വിളിക്കാൻ തുടങ്ങിയാലേ അമ്മ വരുമ്പോഴെങ്കിലും എണീക്കും. നിങ്ങളെ കളിയാക്കണ്ട. രാവിലെ അലാറം വെച്ച് 6 മണിക്ക് എണീറ്റ്. മുടിയും ചേട്ടായി 6 മണിക്ക് എന്നിട്ട് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കാൻ പോയി. അമ്മ പറഞ്ഞോണ്ട് എന്റെ അമ്മ കേശുവേ കാക്കിയത് മറന്ന് മറക്കുമല്ലോ. അത് പല്ലി വെച്ചിട്ട് പാല് കുടിക്കാം. എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആവും. അച്ഛനെ രാവിലെ കഴിക്കാനേ ഇതിനുണ്ടാക്കാം കേട്ടാ. ഇത് കുടിച്ചാലേ ഇല്ല, കുടിക്കൂല. കൈ കെട്ടി കൈ കെട്ടിട്ട് നക്കി കുടിക്കുന്നീ. പല്ലിടാ ശിവാ, ആ അച്ഛനല്ലേ ശരിക്കും പറഞ്ഞ അമ്മ ഒരുപാട് മിസ് ചെയ്തതാണ്. എടാ, നമുക്ക് എന്തോരം അമ്മ മിസ് ചെയ്ത്, അച്ഛനെ എന്തോരം മിസ് ചെയ്തോ. പിന്നെ കേശുവേ, ഞാൻ കുളിക്കാൻ പോവാട്ടോ. നീ പതിയെ ആലോചിച്ചൊക്കെ നിന്നിട്ട് മതിയാവാ. ഞാൻ കുളിച്ചിട്ട് നീ കുളിച്ചാൽ മതി. തുറക്കേ, ഞാൻ കുളിച്ചിട്ട് നീ കുളിച്ചാ മതിയാ? ആഹാ, എന്നൊരു കാര്യം ചെയ്യും. പൊന്നുമ മുടിയും മുറി പോയിട്ട് വിശാലമായിട്ട് കുളിച്ചോ. ഞാൻ കുളിച്ചിറങ്ങട്ടെ. ഇവളുടെ ഒരു കാര്യം വല്ലാത്ത കഷ്ടമല്ല ഇത്. മുടിയഞ്ചാൻ റൂമിൽ അവിടെ പോയി കുളിക്കല്ലേ? അവിടെ പോയി അല്ലെങ്കിൽ വേണ്ട, നീ അവിടെ പോയി കുളിച്ചിട്ട് വേണം ആ പാത്രം എന്നെ കൊണ്ട് ആ പേരും പറഞ്ഞിട്ട് കഴിപ്പിക്കാൻ. മണിക്കൂർ എടുക്കരുത്. നീരാട്ടിന് ഇനി 1 മണിക്കൂർ എടുക്കല്ലെന്ന്. നോക്കാം. ഞാൻ പോയി പല്ലിയാക്കട്ടെ. അത് അച്ഛൻ കഴിക്കണ്ടേ? ഞാൻ പിന്നെ കഴിച്ചോടെ. എന്തിനാ പിന്നത്തേക്ക് വെക്കുന്ന? കൈയോടെ കഴിക്ക്. ഇപ്പൊ വിശപ്പില്ല. ചേട്ട എവിടെ പോയി കണ്ടിട്ട് എവിടെ പോയി? പച്ചക്കറിയെ കിട്ടിയടേ? ആ കിട്ടി, എല്ലാം കിട്ടി. ചീര പിന്നെ ചീരട്ടാണ്ട് ചീരത്തോര ഉണ്ടെങ്കിൽ നീരിന് പിന്നെ വേറെ ഒരു കൂട്ടാനും വേണം. കേശുവേ, ഈ അകന്നിരിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് പറയുന്നത് എന്തൊരു കറക്റ്റ് ആണല്ലേ? അത് കറക്റ്റാണ്. പക്ഷേ ശിവ, വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്ന കാര്യം വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും ആ സ്നേഹിക്കുന്ന ആളെങ്കിലും അറിയണം. ഞാൻ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടോ നീരിന് അറിയാം. പിന്നെ ചേന ചക്കര പാലെന്ന് വിളിക്കാൻ പോകണമെന്നേ ഉള്ളൂ കേട്ടാ. അത് അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പൊ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കപ്പിൾസ് ആണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ നീരുന് ചീരത്തോര ഉണ്ടാവും. ചീര എവിടെ? ചീരത്തോര ചീര എവിടെ? അതിനകത്തുണ്ട് ചാ. കൊള്ളാല്ലേ അച്ഛാ, അമ്മ വിളിക്കണു. അമ്മ എടുത്തു. ഹലോ, ഇറങ്ങിയാ? ബസ്സില്ല. ഇനി ടാക്സി വിളിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ ഞാൻ പിസിക്ക്? ഒന്നാമത് കൊറോണ സമയത്താണ് ബസ്സിൽ കയറി വന്നെങ്കിലും. മാസ്ക് വെച്ചിട്ടുണ്ടോ? സാനിറ്റൈസർ എടുത്താ? ബാഗിനകത്തിരിക്കണം. എടുത്ത് കയ്യിൽ പിടിയടി. ശരി. ഓ ശരി. ഉറങ്ങല്ലായിരുന്നു. സ്ഥിര സ്വഭാവം. ഇവിടെ തന്നെ ഇറങ്ങണം. പറഞ്ഞു ടാക്സി വിളിച്ച് വരാൻ വേണ്ടി ബസ് വന്നേക്കുന്നത്. പൈസ ലാക്കാൻ വയ്യ അവർക്ക്. എന്നാ പിന്നെ അവിടെ 2-3 കഴുതലുണ്ടല്ലോ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടായിരുന്നാ? എന്തോന്നച്ചാ അച്ഛൻ എന്തിനാ ആദ്യം പിടിക്കുന്നേ? അമ്മ എന്താ ആദ്യമായിട്ടാണ് പടം തോന്നുന്നത്? എത്ര അച്ഛൻ പോയിട്ടുണ്ട്? അമ്മ ഒരുപാട് വർഷം പോയിട്ടുണ്ട്. പക്ഷെ ഒറ്റയ്ക്കല്ലേ പറഞ്ഞത്. അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. പോ അങ്ങ് അവിടെ അങ്ങ് പോയി ഇറങ്ങും. ഇതുപോലെയാണ് അച്ഛൻ എവിടെയെങ്കിലും പോകുമ്പോ അമ്മ ടെൻഷൻ അടിക്കുമ്പോ മനസ്സിലായോ? അത് ഞാൻ ഇത് തലയ്ക്ക് വിളിയില്ല. അത് തിളങ്ങി
തലയ്ക്ക് ബോധം പൊക്കണം ഇല്ലാതെ അത് വായ്പൊളത്തം കയറി ഉറങ്ങണം. പിന്നെ ഒരു കാര്യം എല്ലായിടത്തും കൂടെ പറയണം, ബസ്സിലാണ് പറഞ്ഞത്, ചാരി കിടന്ന് കമ്പീരി പിടിച്ചൊക്കെ വരും, അറിയാല്ലേ? ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും പോകരുത്. കുടിച്ചതിന് ശേഷം മാത്രം തൊടുക. ശരി അച്ഛാ. ആ ശരി. എത്ര പറഞ്ഞാലും കേൾക്കൂല. ടാക്സി വിളിച്ച് പാടി ബസ്സിലേ വരും വീശിക്ക്. അതെങ്ങനെ അവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, അവർ ഉണ്ടക്കെണ്ണ ഉണ്ടല്ലേ. ആ തന്തയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ. പടവലത്തിനാണെങ്കിൽ കുഴപ്പമില്ല, വേറെ വെള്ളില്ല. അത് ഉണ്ടക്കണ സീരായുണ്ട്, അവൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ ചിലവാക്കൂല. എങ്കിൽ പിന്നെ അവളെ മര്യാദയ്ക്ക് ടാക്സി വിളിച്ച് വിട്ടുകൂടായിരുന്നു. ഇല്ല. വിളിച്ചിട്ട് കിട്ടണമില്ല. എവള് എന്താ വെച്ചാ വിളിച്ചിട്ട് കിട്ടില്ലടേ. വിളിച്ചിട്ട് കിട്ടാനില്ല. കിട്ടില്ല. അത് ഈ ബസ്സിലല്ലേ പറഞ്ഞത്. അപ്പൊ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടാവും ഫോണ്. ബാഗിനകത്ത് ഞാൻ കൊല്ലു നോക്കിയോ. അയ്യോ സ്വിച്ച് ഓഫ്. ഞാൻ പിന്നെ അവളെ എങ്ങനെ വിളിക്കോടാ? ഓ എന്റെ അച്ഛ, അമ്മ ഫോൺ ചാർജ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും. ആ അതായിരിക്കും. എന്തിനാ അച്ഛൻ കിടന്ന് ടെൻഷൻ? എനിക്ക് ഇരിക്കാൻ പറഞ്ഞില്ല. ചിലപ്പോൾ ജംഗ്ഷനിൽ കൂടെ ചിലപ്പോൾ പാസ് ചെയ്ത് പോകും, ഉറങ്ങായിരിക്കും. അയ്യോ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കണം എന്തിനാണ്? അച്ഛോ ഓട്ടോ പറഞ്ഞു. കാണിച്ചു ഞാൻ പോയി കാണിച്ചു. ടെൻഷനാണ്. എന്തൊരു ടെൻഷനാണോ എന്തോ. ഫോൺ എവിടെയാണ്? ഫോൺ ബാഗിലുണ്ടാവും. പറഞ്ഞില്ലേ എന്തിനാ ഫോൺ വാങ്ങിച്ചത്? സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിനെത്താണ് ഫോൺ ഞാൻ വാങ്ങിച്ചത്. ഫോൺ ഓഫായി പോയാ? പിന്നെ എത്ര പ്രാവശ്യം വിളിച്ചേ? ഫോൺ ബെല്ലടിച്ചിട്ടുണ്ടാവില്ല, ഓഫായ പിന്നെ ബെല്ലടിക്കില്ലല്ലോ. അതെങ്ങനെ പടവലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ മകളൊന്നും വേണ്ടല്ലോ, സ്വയം മറന്നു നടക്കല്ലേ? വർത്താനം കേട്ടതൊന്നും ഞാൻ പടവലത്തിൽ ചെന്നിട്ട് ഇതുവരെ വിളിച്ചില്ലെന്ന്. എത്ര പ്രാവശ്യം വിളിച്ച്? എടാ ആ ബസ് ഇരുന്നപ്പോ ഒരു 10-40 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. ഫോൺ ഓഫായി പോകൂലേ? അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കാണ്. അതവർക്ക് കേൾക്കുമ്പോ അറിയാലോ, ആ വന്ന കോള് തന്നെ പറയുന്നത് അവർക്കറിയാം. ഇതേ വരാറ എത്താറായി ഇത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കണേ. ആ പിടിക്കല്ലേ, ഞാൻ ആ ബസ്സിലൊക്കെ കയറി വന്നതല്ലേ, കുളിക്കട്ടെ. ആ അവിടെ പട്ടിണി കിട്ടിയായിരിക്കണം, ഒന്ന് തരണണ്ടായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മ എന്തൊക്കെയോ തന്നിട്ടു. ഫോൺ എടുക്കാനായിട്ട് കൊറോണക്കാരാണ് ബസ്സിലൊക്കെ തൂങ്ങിപ്പിടിച്ചാണ് വരുന്നത്. എന്നിട്ട് രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ചു കുളിക്കട്ടെ എന്ന് പറയട്ടെ. ഈ നിങ്ങളും കുളിക്കേണ്ടി വരും, ദേവത്തൊക്കെ തോന്നില്ലേ? കഷ്ടപ്പെടണ്ട. നനഞ്ഞ തോർത്ത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കട്ടിലിട്ടേക്കണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കൂല, നനഞ്ഞ തുണിയൊന്നും ഇവിടെ കൊണ്ടു ഇടല്ലേ എന്ന്. എങ്ങനെയാണ് പറഞ്ഞ അനുസരണ ഇല്ലല്ലോ. ഓക്കെ, ആ ചീപ്പിൽ അങ്ങനെ തന്നെ മൂടിയിരിക്കാണ്. ശിവ വിളിച്ചാ വിളി കേൾക്കൂലല്ലോ. 2 ദിവസം മനുഷ്യൻ ഇവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല തിരിച്ച് കാണിച്ചു നോക്കും. അവിടെ ഇരിക്കട്ടെ. ശിവ ഓഹോ, ഇവിടെ നിന്ന് ഒളിച്ചിരുന്ന് എല്ലാം കൂടി കേൾക്കായിരുന്നല്ലേ. ശിവ എന്തോന്ന് ശിവ അത്? ആ ചീപ്പിനകത്ത് നിറയെ മുടിയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ മുടി എടുത്ത് കളയണമെന്ന് ചെയ്യ ഉടനെ തന്നെ. എങ്ങനെ പറഞ്ഞ അനുസരണ ഇല്ലല്ലോ. 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴത്തേക്ക് വീട് ഇങ്ങനെ. 1 മാസം ഞാൻ മാറുന്നത് എന്തായിരിക്കോടാ? ഈ വീട് ഉണ്ടാവോ ഇവിടെ? ഉണ്ടാവോന്ന്? ഉണ്ടാവും. അവിടെ നിന്നപ്പോ മനസമാധാനം ഉണ്ടായിരുന്നു 2 ദിവസം. ഒന്നും അറിയണ്ടായിരുന്നു. എന്ത് സുഖമായിരുന്നെന്നറിയാമോ? ഞാൻ അവിടെ പോയി നിൽക്കാൻ പോവാ. അപ്പൊ നീയൊക്കെ പഠിച്ചോളൂ. ഈ റൂമിൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു, അടുത്ത അടക്കളത്തേക്ക് ഞാൻ ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. അമ്മയുടെ മുമ്പ് ഒറ്റ കൊടുത്തിട്ട് നൈസിൽ മുങ്ങല്ലേ വിഷ്ണുവേ? വിഷ്ണുവേ എന്ത് അപ്പൊ അക്കനകത്ത് എന്തിനാ പുള്ളി നനച്ച് വെച്ചേക്കണത്? അലക്കാൻ വേണ്ടിട്ട്. അലക്കാൻ വേണ്ടിട്ട് പിന്നെ കഴുകിയിട്ടുണ്ട്. എത്ര ദിവസമായി നനച്ച് വെച്ചിട്ട്? എത്ര ദിവസം ആയിട്ടില്ല, കുറച്ച് മണിക്കൂറായിട്ടുള്ളൂ. ഞാൻ സോപ്പിൽ ഇട്ട് വെച്ചതാ. എന്തിന് സോപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടും പോരണത്? അത് അപ്പൊ തന്നെ കഴുകിയിട്ടാ പോരായിരുന്നു. കഴുകിയിട്ടാ ഞാൻ കുറച്ച് അലക്കത് പിടിക്കട്ടെ, നല്ല അഴുക്കൊക്കെ ഉള്ളതല്ലേ, അപ്പൊ കഴുകിയിടാം. കുറച്ച് കഴുകിയിടാം ഞാൻ.
നിന്നോട് മിറ്റം തൂക്കാൻ പറഞ്ഞ നീ തൂത്തായിരുന്നാ? എല്ലാം എല്ലാം ചൂച്ചു ഞാൻ കണ്ടു. മൊത്തം കരിയിലും ഇതൊക്കെ ആയിട്ട് അവിടെ കിടപ്പുണ്ട്. ആ ചൂല ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. മിറ്റം തൂത്ത് വരും, എല്ലാം തൂത്ത് വരും. ഇങ്ങനെ മടിച്ചായിട്ട് ഇരുന്നു കേട്ടാ. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഭയങ്കര സുഖവാസമാണ് എല്ലാത്തിനും. അമ്മ കൂടെ അല്ല നിന്റെ മുറിയിൽ വല്ല വന്യമൃഗങ്ങൾ കയറിയിട്ടുണ്ടാന്ന് നോക്കണം. അതിന്റെ ആവശ്യമില്ല. ഉറങ്ങി എണീച്ചിട്ട് ബെഡ്ഷീറ്റ് ഒന്ന് മര്യാദക്ക് വിരിച്ചിട്ടോളാം. വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ നോക്കിക്കോളാം. എണീക്കുമ്പോ തന്നെ ബെഡ്ഷീറ്റ് വിരിക്കണമെന്ന് അറിയാമോ? അറിയാം. അത് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഉണ്ട്. എന്ന് ഞാൻ കുറച്ചമ്മ ചെയ്യും. ഞാൻ എള്ളപ്പം മാത്രം. ഞാൻ ഇല്ലെങ്കിൽ സുഖമാണ്. അങ്ങനെ വലിച്ചിങ്ങനെ ബെഡ്ഷീറ്റ് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടാണ് എണീറ്റ് പോരണത്. അച്ഛനെന്തേ? അച്ഛനവിടെ ഇതെന്താ വല്ല വെള്ളത്തിൽ കിടക്കായിരുന്നു മുങ്ങാനായിട്ട്? അച്ഛൻ ജംഗ്ഷൻ വരെ പോയെന്ന്. ഓ അച്ഛന്റെ മുറി പിന്നെ പറയണ്ടല്ലോ. എന്തിനാണ് ഈ ആക്രയെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചേക്കണത്? വല്ല ആവശ്യമുണ്ട് ഇതൊക്കെ ഇങ്ങനെ വെക്കാൻ? നോക്കി ഒരു ദിവസം എല്ലാം കൂടി ഞാൻ തൂക്കിയെടുത്ത് അങ്ങ് വിൽക്കും. അപ്പൊ സമാധാനം. അമ്മ ഞങ്ങളുടെ റൂം ഒക്കെയാണ്. അപ്പൊ അവളുടെ ഒരു ഡ്രസ്സും വേറെ 2 ബുക്കല്ലേ ഉള്ളു. അത് ഇപ്പൊ എടുത്ത് മാറ്റിയേക്കാം. ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെയാണ്. എണ്ണ വെച്ച് കുളിക്കാറുണ്ടോ? അല്ല മുടി കിടക്കണിട്ട് ചോദിച്ചതാ. അപ്പം ഇന്ന് രാവിലെ ഷാമ്പു ഇട്ടുള്ള അതുകൊണ്ടാണ്. അല്ലാണ്ട് നീ തല കുളിക്കാഞ്ഞിട്ടല്ല. തല കുളിക്കാതെ എങ്ങനെ ഈ ചന്ദനൊക്കെ തൊട്ട് കൊടുക്കാൻ തോന്നണേ? എന്തൊക്കെ കറുത്ത സമയത്ത് അച്ഛനും പോയി. ഇതെന്തെങ്കിലും സ്ഥിരമുള്ളതല്ലേ? അമ്മയോട് തണുത്താന്ന് കൂളായ ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ല. തണുത്ത് കാണും. In 1783, in 1783, a person named William Jones arrived in അപ്പൂപ്പനും അമ്മ ഉണ്ടാക്കിയതാ നിനക്ക് കഴിക്കാൻ. അപ്പൂന്റെ അമ്മ നിന്നിട്ടാ ഉണ്ണിയപ്പം. ഇതാണ് പറയുന്നത്. ചിപ്സ് ഉണ്ടാക്കുന്ന നല്ല നാടൻ വെളിച്ചെണ്ണകൾ ഉണ്ടാക്കണം. ഇങ്ങനെ വല്ലതും കഴിച്ചായിരുന്നോ നിങ്ങള്? ദോശ കഴിച്ചു. അച്ഛൻ വല്ലതും കഴിച്ചാ? ഇല്ല അച്ഛനെ വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല. ഓ പുറത്തിരിക്കല്ലേ ഇനി പുറത്തുനിന്ന് ഒക്കെ കഴിച്ചിട്ട്. പിന്നെ അമ്മ പറ പണ്ടത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് കേക്കട്ടെ. വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണ് എന്നോട് വിശേഷങ്ങൾ ചോദിക്കുന്നത്. കൊള്ളാം. അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം കലുഷിതമായിരുന്നല്ലോ, അതുകൊണ്ടാണ് ചോദിക്കാൻ പറ്റാഞ്ഞ. ഇനിയും പറഞ്ഞോ, ഞങ്ങള് കേട്ടോളാം. അവിടെ എന്ത് വിശേഷം? അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പെട്ടെന്ന് പോരാന്നും പറഞ്ഞ് ഞാൻ ചെന്നതാ. പിന്നെ ശ്രീരായിട്ട് അവിടെ പിടിച്ചു നിർത്തി. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അമ്മക്ക് 2 ദിവസം കൂടെ ഇരുന്നിട്ട് വരാറുന്നില്ലേ? എന്നാലും പോയതല്ലേ അല്ലേ? മതിയായിരുന്നു. പക്ഷെ നിങ്ങളെ അച്ഛൻ സമ്മതിക്കൂലല്ലോ. നാഴെയൊക്കെ അപ്പോഴോട് അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. എപ്പോഴാ പറഞ്ഞേ ഇറങ്ങണില്ലേ എന്ന് ചോദിച്ചു. അല്ല അപ്പൊ അമ്മയ്ക്ക് അച്ഛനെ മിസ് ചെയ്തില്ലേ? എന്ത് മിസ് ചെയ്യാൻ? 2 ദിവസത്തേക്ക് പോണേന് എന്ത് മിസ് ചെയ്യാനാ? ഞാനവിടെ അടിച്ചു വിളിച്ചു. ഞങ്ങളവിടെ മാമന്റെ വീട്ടിലും അപ്പച്ചൻ്റെ വീട്ടിലൊക്കെ പോയി. നല്ല രസമായിരുന്നു. 2 ദിവസം പോയത് അറിഞ്ഞില്ല. അപ്പൊ അമ്മക്ക് ഞങ്ങളൊന്നും കാണുന്നൊന്നും തോന്നിയില്ല? നിങ്ങളെ കാണുമെന്ന് തോന്നിയപ്പോഴൊക്കെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അല്ല അച്ഛനിവിടെ സത്യം പറഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാൻ 2 ദിവസം ഭയങ്കര മൂഡ് ഓഫിലൊക്കെ ആയിരുന്നു. അമ്മയില്ലാണ്ട്. പിന്നെ അച്ഛൻ ആക്ടിങ് ആണോ മൊത്തം? അല്ലമ്മ സത്യമായിട്ടും അച്ഛൻ 2 ദിവസമായിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ച അമ്മയും അങ്ങനെ. ഞാൻ എന്തിനു വിഷമിക്കണേ? ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ പോയത്. അവിടെ ഉള്ളത് ആരാ? എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരനൊക്കെ അല്ലേ ഉള്ളത്. അതിന് ഞാൻ വിഷമിക്കേണ്ട ആവശ്യം എന്നുള്ളത്? ഞാൻ എപ്പോഴും ഇവിടെ തന്നെ അല്ലേ. 2 ദിവസം അങ്ങോട്ട് പോയി. നല്ല രസമായിരുന്നു. അവിടെ ആ ശ്രീരാജേട്ടൻ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് നല്ല 2 ദിവസം പോയതേ അറിഞ്ഞില്ല. മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോണോടാ, അപ്പോഴൊന്ന് റിലാക്സ് ആവും. അതെ ഉണ്ണിയപ്പവും ചിപ്സൊക്കെ അച്ഛനും കൊടുക്കട്ടെ. അല്ല ഉണ്ണിയപ്പവും അതന്നെ ചിപ്സ് അച്ഛൻ എവിടേക്കാണ് കൊടുക്ക്. അച്ഛൻ പുറത്തു പോയതല്ലേ? അല്ല അമ്മ എങ്ങനെ കണ്ട്? ഇവിടെ ചില ആൾക്കാരെ നിഴല് തട്ടിയാ മതി, അപ്പൊ അറിയാൻ പറ്റും. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ചിപ്സ് കഴിക്കാ അവിടുന്ന് സൂപ്പർ ചിപ്സ് എനിക്ക് പൊളി. എന്നാലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഒരു കുഴപ്പമില്ല. പൊടിയൊന്നും നല്ല ഉണ്ണിയപ്പം. അയ്യോ അച്ഛനെ വിളിക്കാൻ മറന്നുപോയി. അവിടെ നിന്ന് പോകുന്നപ്പോ വിളിച്ചതാ, പിന്നെ വിളിക്കാൻ പറ്റില്ല. പഠിക്കാൻ
പരുവതല്ല. അല്ല മുടിയൻ ചേട്ടാ, മുടിയൻ ചേട്ടാ. തോന്നടേ. ഓ എന്താച്ചാ? ആ ശ്രീരായിട്ട് എന്തെടുക്കണച്ചാ? ഓ ശരി. ആ ബാലുവിടെ ഉണ്ട്. ശരി അച്ഛാ. ആ ഓക്കെ. ഏത് മാനസികാവസ്ഥയുടെ പേരിലാണെങ്കിലും ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് ഭക്ഷണത്തെ നിന്ദിക്കുന്നതിന് തുല്യം. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ആരേന് ഭക്ഷണം വേണ്ടെന്ന് വെച്ച് എൻ്റെ അമ്മ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഭക്ഷണം ഉണ്ടായതിന് കാര്യമില്ലല്ലോ, കഴിക്കേണ്ടത് കഴിക്കണ്ടേ? വിശപ്പില്ലായ്മ ഒരു തെറ്റല്ലല്ലോ. എനിക്കും അത് തന്നെ തന്നോട് പറയാനുള്ളത്. വന്നു കഴിഞ്ഞാൽ ചൂട് ചോറും ചീരത്തോരനും ഒരുമിച്ചിരുന്ന് കഴിക്കാം. എക്സ്ക്യൂസ് മീ, അറ്റ് കറന്റ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? സത്യമായിട്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. അത് പറഞ്ഞാല് തനിക്ക് മനസ്സിലാവില്ല. താമ്പോ താമോ അച്ഛാ ഡോന്നാ ഇന്നത്തെ ഈ ക്ഷണിച്ചേ പറ്റൂ. മുടിയൻ ചേട്ടോ, ആ, ഇതെന്തോന്നാ പോയത്? അവര് വഴക്കാണോ കൂട്ടാണോ? ആ, വാ നമുക്ക് നോക്കാം. ആ. വാ നീ കഴി, നീ കഴി. ആലോചിക്ക്. അത് നല്ല നെയ്യിൽ കടുക് വറുത്ത ചീരയാണ്. ആ അതാണല്ലേ. ആ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ. എങ്ങനെയുണ്ട്? സൂപ്പർ. കഴിച്ചു കഴിച്ചു. എന്തോന്ന് സംഭവിക്കണത്? ആ. നിക്ക്, ഞങ്ങൾ എറിയ തരാം. നമ്മൾ അച്ഛാ, നിങ്ങൾ ഇപ്പൊ അടിയന്തരാവസ്ഥയിലാണോ അതോ കൂളായിട്ടുള്ള അവസ്ഥയിലാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഈ വീട്ടിലൊരു കുടുംബാംഗം എന്ന നിലയിൽ അതറിയാനുള്ള റൈറ്റ്സും ഒരാഗ്രഹവും എനിക്കുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങൾ പറഞ്ഞു തരണം. എന്തോന്നത്? ഇതാണ് വലിയ കാര്യത്തിൽ ചോദിക്കാൻ പറഞ്ഞത്. നിങ്ങൾ മാറി നിങ്ങള് മാറി. അതെ, ഇപ്പൊ സത്യത്തിൽ അമ്മയും അച്ഛനും ഓക്കെ ആണോ ഇല്ലയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഓക്കെ ആണോ? നമ്മൾ ഓക്കെ തന്നെ, പക്ഷെ കാണായിരുന്നു ഓക്കെ ആയത്. അല്ല, കണ്ടിട്ട് ഓക്കെ ആയിട്ടൊക്കെ തന്നെ തോന്നുന്നു. കണ്ടിട്ട് ഓക്കെ ആയിട്ട് തോന്നുന്നു. ഒരു ദിവസം ഇവിടെ താമസിച്ചിരുന്നെങ്കിൽ ആ, നല്ല രസമായിരുന്നു. എന്തുപറ്റി? ഒരു ദിവസം കൂടെ പടവൽ നിന്നിരുന്നെങ്കിൽ എവളെ ആശുപത്രി കൊണ്ടിട്ട് ട്രിപ്പ് അടച്ച് കിടത്തേണ്ടി വന്നു. എന്തിന്? ശ്രീരാജ് പറഞ്ഞപ്പോഴേ കാര്യം പറയണത്. എന്താ കാര്യം? എടാ എവള് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന്. ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാ? എടാ അവിടെ ചെന്ന് ഒരു ബാല് എന്തെടുക്കണാണോ പിള്ളേരെ എന്തെടുക്കണാവോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ അയ്യോ, അപ്പൊ മാമിയുടെ അമ്മയുടെ ഒക്കെ വീട്ടിൽ പോയി അടിച്ചു പൊളിച്ചെന്നൊക്കെ പറഞ്ഞതോ? അയ്യോ, എന്തോന്നമ്മ ഇത്, കഷ്ടം തന്നെ കേട്ടാ. എനിക്ക് എന്നെ കെട്ടിയ മക്കളെയൊന്നും കാണാണ്ടിരിക്കാൻ പറ്റിയൊന്നുമില്ല. ഞാൻ അത്യാവശ്യം അതുകൊണ്ട് മാത്രം അവിടെ നിന്നാലേ നിൽക്കില്ലായിരുന്നേ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനെ മിസ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോ മിസ് ചെയ്തില്ല എന്ന് പറഞ്ഞതോ? സത്യമാണ്, മിസ് ചെയ്തില്ല. എന്റെ കൂടെ തന്നെയുള്ള ആളെ എനിക്ക് എങ്ങനെ മിസ് ചെയ്യാനാ? എടാ, അച്ഛൻ ഇവിടെ ആണെങ്കിലും മനസ്സുകൊണ്ട് എന്റെ കൂടെ തന്നെയല്ലേ, പിന്നെ എനിക്ക് എങ്ങനെ മിസ് ചെയ്യാനാ? ഭാര്യയും ഭർത്താവോടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവ്. ഞാൻ പോണു. ഞാനും പോണേ, ഇവിടെ ഇനി നിന്ന് എനിക്ക് വട്ടാവും. അച്ഛാ, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടാ. ആക്ച്വലി നിങ്ങള് വഴക്കാണോ അതോ കൂട്ടാണോ? നമ്മള് ചെല്ല്. ശരിയായില്ലേ? ഇപ്പൊ ശരിയായില്ലേ? കുറച്ചെടുത്ത് തരട്ടെ? മതി. നീ കഴിക്കും. നല്ല ചിരിത്തറ, നല്ല ചിരിത്തറ. ഞാനുണ്ട്. സൂപ്പർ. ഭയങ്കരമായിട്ട് വിഷമിച്ചത് ഇങ്ങനെ കാണാൻ.